22ാം വാർഷികം ആഘോഷിച്ചു. നെയ്യാർ ഡാമിൽ ശിവാനന്ദ ആശ്രമത്തിന് സമീപത്തായി കഴിഞ്ഞ 22 വർഷമായി പ്രവർത്തിച്ചു വരുന്ന നെയ്യാർ ഡാം ടാക്സി റിക്ഷ വെൽഫെയർ അസോസിയേഷന്റെ 22ാം വാർഷികം നെയ്യാർ ഡാം ഓണം വാരാഘോഷത്തിന്റെ വേദിയിൽ സമുചിതമായി ആഘോഷിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ മലയോര ഗ്രാമമായ നെയ്യാർ ഡാമിൽ ശിവാനന്ദ ആശ്രമത്തിന് സമീപം 2004 പ്രവർത്തനം ആരംഭിച്ച നെയ്യാർ ഡാം ടാക്സി റിക്ഷ വെൽഫെയർ അസോസിയേഷൻ അംഗങ്ങളായ ഡ്രൈവേഴ്സിന്റെ ഒരു ദിവസത്തെ വേതനത്തിൽ നിന്ന് 5% മാറ്റിവെച്ച് സാധുക്കളെ സഹായിക്കുന്നു. സൗജന്യ ആംബുലൻസ് സർവീസും ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. നെയ്യാർ ഡാം ഓണം വാരാഘോഷത്തിന്റെ സംഘാടകരായും ഇവർ നാടിനൊപ്പമുണ്ട്. നെയ്യാർ ഡാം ഓണം വാരാഘോഷത്തിന്റെ വേദിയിൽ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി വിനോദ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന നെയ്യാർ ഡാം ടാക്സി റിക്ഷ വെൽഫെയർ അസോസിയേഷന്റെ സമ്മേളനം പാറശാല MLA CK ഹരീന്ദ്രൻ ഭദ്രദീപം തെളിയിച്ച് പാമ്പുകളുടെ തോഴൻ വാവ സുരേഷ്, സിനിമ സീരിയൽ താരം വിവേക് ഗോപൻ, മാതാ കോളേജ് ചെയർപേഴ്സണും ജീവകാരുണ്യ പ്രവർത്തകയുമായ ഡോക്ടർ ജിജി ജോസഫ് തുടങ്ങി വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി പേർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ശിവാനന്ദ ആശ്രമം ഡയറക്ടർ നടരാജ് ജി, നെയ്യാർ ഡാം അസിസ്റ്റന്റ് എഞ്ചിനീയർ സിദ്ദിഖ്, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, സാംസ്കാരിക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. SSLC+2 വിജയികളെ അനുമോദിക്കുകയും നിർധനർക്ക് ഓണക്കോടി വിതരണം ചെയ്യുകയും ചെയ്തു. അസോസിയേഷൻ സെക്രട്ടറി സജി കൃതജ്ഞത രേഖപ്പെടുത്തി. സമ്മേളനത്തിന് ശേഷം വേദിയിൽ ഗാനമേള അരങ്ങേറി. ഇപ്പോൾ നടന്ന സമ്മർ ഫെസ്റ്റ് ആവായാലും എല്ലാ പരിപാടികളുടെയും ഒരു നടത്തിപ്പുകാരിൽ മുഖ്യ ചുമതലക്കാരനായി രാജേഷ് പൂനു എന്ന ഈ സംഘടനയുടെ പ്രസിഡന്റും അതിൻ്റെ പ്രവർത്തകരായിട്ടുള്ളവരും എല്ലാം സജീവമായി ആവശ്യപ്പെടുന്ന സന്ദർഭങ്ങളിലൊക്കെ ഈ പ്രവർത്തനങ്ങളിൽ നന്നായി സഹകരിക്കുന്നുണ്ട്. തീർച്ചയായും വരുന്ന ആളുകളിൽ ഇന്നലകളിൽ നടന്നു വരുന്ന പ്രവർത്തനങ്ങളെ കൂടുതൽ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവർക്ക് കഴിയണം. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഈ നാട്ടിലെ ബഹുജനങ്ങൾ ഒന്നാകെ പങ്കെടുത്തുകൊണ്ടും അവരുടെ പങ്കാളിത്തത്തോടു കൂടി കഴിഞ്ഞ 10-22 വർഷക്കാലമായി നടത്തിവരുന്ന ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ഈ വർഷവും സമുചിതമായി ഓണാഘോഷം നാം സംഘടിപ്പിച്ചു. വിജയകരമായി അത് സമാപിക്കും എന്നതിൻ്റെ സൂചനയാണ് ഇന്ന് ഞാൻ കള്ളിക്കാട് ജംഗ്ഷനിൽ നിന്ന് ഇതുവരെ വന്നപ്പോൾ എനിക്ക് കിട്ടിയ അനുഭവം. വലിയ തിരക്കായിരുന്നു. വാഹനങ്ങളുടെ തിരക്കുണ്ട്, ബഹുജനങ്ങളുടെ തിരക്കുണ്ട്. ഓരോ പ്രധാനപ്പെട്ട കവലകളും നന്നായി ഇലൂമിനേഷൻ നടത്തി, ദീപാലങ്കാരം നടത്തി മനോഹരമാക്കി മാറ്റിയിട്ടുണ്ട്. കൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. കഴിഞ്ഞ 22 വർഷക്കാലത്തോളം അതിഗംഭീരമായിട്ട് നടന്നു വരുന്നു എന്ന് പറയുമ്പോൾ അത് ശരിക്കും വളരെ അതിശയമാർന്നൊരു കാര്യമായിട്ടാണ് എനിക്കെന്നത് ഫീൽ ചെയ്യുന്നത്. കാരണം ഏതൊരു കാര്യമായിരുന്നാലും അത് തുടങ്ങാൻ വളരെ എളുപ്പമാണ്, പക്ഷെ ഇത്രയും വർഷക്കാലത്തോളം അത് പ്രവർത്തിച്ചു കൊണ്ടുപോകാനായിട്ടാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും ബുദ്ധിമുട്ടായിരുന്ന ഒരു സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പമാണ് തുടങ്ങാനായിട്ട്, പക്ഷെ അത് വളരെ ഗംഭീരമായിട്ട് വളരെ നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യം വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമാവും. ഈ ഒരു 22 വർഷക്കാലത്തോളം ഇത്രയും ഗംഭീരമായിട്ട് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച് മുൻപോട്ട് പോകുന്ന ഈ ടാക്സി റിക്ഷ വെൽഫെയർ അസോസിയേഷൻ നെയ്യാർ ഡാം അവർക്ക് ശരിക്കും പറഞ്ഞ ഒരു ഗംഭീര സല്യൂട്ട് തന്നെ കൊടുക്കണം. സന്തോഷത്തോടു കൂടിയാണ് ടാക്സി റിക്ഷ വെൽഫെയർ അസോസിയേഷൻ്റെ 22ാമത് വാർഷിക സമ്മേളനത്തിൻ്റെ ഭാഗമാക്കാം. ഒരുപക്ഷെ വേദിയിലാദ്യമാണെങ്കിൽ പോലും കഴിഞ്ഞ നിരവധിയായിട്ടുള്ള തവണകൾ ടാക്സി റിക്ഷ വെൽഫെയർ അസോസിയേഷൻ്റെ സമ്മേളനത്തിൻ്റെ സദസ്സിൽ ഇടം പിടിച്ചിട്ടുള്ളവരാണ്. വളരെ സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പുരസ്കാരം വാങ്ങുന്നത്. എൻ്റെ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം എൻ്റെ 20 വർഷമായി ഞാൻ സ്റ്റുഡിയോ തുടങ്ങിയിട്ട് കാണാനുള്ള ബസ് സ്റ്റാൻഡേർഡായിട്ട്. ഇവിടെ അതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ കാണുന്ന ഒരു വയസ്സായ വയോധികൻ കപ്പൽ തീർത്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും ആ റോഡ് സൈഡിൽ ഇരിക്കുന്നത്. അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യണമെന്ന് ഞാനും എനിക്ക് അതിനുവേണ്ടി പ്രചോദനം നൽകിയ എൻ്റെ പ്രിയ സുഹൃത്ത് ലാലഴുവുമാണ്. വളരെ സന്തോഷം. ഈ വേദിയിൽ ഇന്ന് എനിക്ക് പങ്കിടാൻ കിട്ടിയ ഈ അവസരത്തിന് ഞാൻ രാജേഷിന് ഒരുപാട് നന്ദി പറയുന്നു. കഴിഞ്ഞ 26 വർഷമായിട്ട് കാട്ടാക്കടയിൽ മാതാ കോളേജിൽ നിന്ന് പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു.
പ്രസ്ഥാനത്തിനുപരിയായിട്ട് ചാരിറ്റി എന്ന ആ ഒരു വലിയ കാര്യം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് സാമൂഹ്യ സേവനത്തിനുള്ള ഒരു ഡോക്ടറേറ്റ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്നും വെസ്റ്റ് സൗത്ത് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് കരസ്ഥമാക്കാൻ സാധിച്ചു എന്നുള്ള വിവരം ഈ സ്റ്റേജിൽ ഞാൻ നിങ്ങളെ അറിയിച്ചു കൊള്ളുന്നു. അധ്യക്ഷപദം അലങ്കരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമായ ശ്രീ ബി വിനോദ് കുമാർ, നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന മഹത് വ്യക്തികൾ, വിദ്യാർത്ഥിനികൾ, ബഹുമാന്യ ഗുരുജനങ്ങളെ, നാട്ടുകാരെ, ഇറിഗേഷൻ ഉദ്യോഗസ്ഥരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നെയ്യാർ ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് ഇന്ന് നെയ്യാർ ഡാം ടാക്സി റിക്ഷ വെൽഫെയർ അസോസിയേഷൻ്റെ വാർഷികം, അതായത് 22ാം വാർഷികം കൂടെ നടക്കുകയാണ്. അതിനു മുമ്പായി സംഘടനയെക്കുറിച്ച് 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട്, നെയ്യാർ ഡാം ടാക്സി റിക്ഷ വെൽഫെയർ അസോസിയേഷൻ 2004 മാർച്ച് 17-ാം തീയതി ശിവാനന്ദ ആശ്രമത്തിന് സമീപം 10ഓളം ഡ്രൈവർമാർ ചേർന്ന ജാതി മത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അതീതമായി രൂപം നൽകിയ ഒരു എളിയ പ്രസ്ഥാനമാണ്. അതിന്ന് അതിൻ്റെ 22ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഈ 22 വർഷത്തിനുള്ളിൽ അനവധി നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ഈ നാടിനു വേണ്ടി നമുക്ക് നടത്തുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ അഭിമാനമുണ്ട്. ഏറ്റവും പ്രധാനം, 2004 ഈ സംഘടന രൂപീകരിച്ച് മാസങ്ങൾ കഴിയുമ്പോഴാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച സുനാമി ദുരന്തം വന്നത്. അന്ന് ഞങ്ങളുടെ കൈകളിൽ നിന്നും ഇവിടുത്തെ സാധാരണ ജനങ്ങളിൽ നിന്നും കളക്ട് ചെയ്ത വിവിധങ്ങളായ ഭക്ഷ്യധാന്യങ്ങളുമായി തമിഴ്നാട്ടിലെ കുളച്ചൽ എന്ന സ്ഥലത്ത് റീതാപുരം ചർച്ചിലും സെന്റ് മേരീസ് സ്കൂളിലും ആദ്യമായി ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ആദ്യമായി ജനങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. അതിനുശേഷം കഴിഞ്ഞ 22 വർഷമായി ഞങ്ങൾ ഈ നാടിനോട് ചേർന്ന് നിന്ന് ജീവകാരുണ്യ മേഖല, സാംസ്കാരിക മേഖല, ഈ ഓണം വാരാഘോഷം എല്ലാത്തിനും ഒപ്പം ഞങ്ങളുണ്ട്. രക്തദാന പദ്ധതികൾ, അന്ന് മുതൽ ഇന്ന് വരെ ഒരാൾ രക്തത്തിന് ഞങ്ങളുടെ ബന്ധപ്പെട്ടാൽ ഞങ്ങൾക്ക് ഒരുപക്ഷെ പോകാൻ കഴിഞ്ഞില്ലെങ്കിലും ശ്രീചിത്രയിൽ നിന്നും RCC മെഡിക്കൽ കോളേജിൽ നിന്നുമൊക്കെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അവരോട് പറയുമ്പോൾ കൃത്യമായും ഇന്ന് വരെ ഒരിക്കൽ പോലും തരാതിരുന്നിട്ടില്ല. ഏത് റെയർ ഗ്രൂപ്പ് പോലും നമുക്ക് തരാറുണ്ട്. ഇന്ന് രാവിലെ ഒരാൾ വിളിച്ചേ ഉള്ളൂ RCCക്ക് വേണ്ടി, പക്ഷേ അത് ചെയ്തു കൊടുത്തു. അപ്പം അങ്ങനെ ഓരോ ദിവസവും ഞങ്ങൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. രൂപം കൊണ്ട് ഇന്ന് വരെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് 2005 ഞങ്ങളൊരു ആംബുലൻസ് സർവീസ് ആരംഭിച്ചു. ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ 5% മാറ്റിവെച്ചുകൊണ്ട് ഈ നാട്ടിലെ അന്ന് 2005 ഒരു ആംബുലൻസ് ഒരാൾ ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് വന്നാൽ തിരുവനന്തപുരത്തു നിന്നോ അല്ലെങ്കിൽ നെയ്യാറ്റിൻകരയിൽ നിന്നോ ഒക്കെ ഒരു ആംബുലൻസ് വന്നാണ് നെയ്യാർ ഡാമിൽ കാര്യം നടത്തിക്കൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിലാണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത തോന്നിയതും ശിവാനന്ദ ആശ്രമത്തിൻ്റെയൊക്കെ ഒരു വലിയ സഹായത്തോടു കൂടി ഞങ്ങൾ ഈ ആംബുലൻസ് സർവീസിന് തുടക്കം കുറിച്ചു. അതിന്ന് 21 വർഷം, അതായത് 22 വർഷം സംഘടന തുടങ്ങിയെങ്കിലും 21 വർഷമായി ആംബുലൻസ് ഇന്ന് വരെ ഒരിക്കൽ പോലും CF മുടങ്ങിയിട്ടില്ല. ഒരിക്കൽ പോലും ഒരു ദിവസം പോലും യാത്ര മുടങ്ങിയിട്ടില്ല. ഞങ്ങളുടെ എല്ലാ ഡ്രൈവർമാരും, കഴിയുന്ന അത്ര ഡ്രൈവർമാരും ഇതിനു വേണ്ടി സദാസമയവും ഇതിനുവേണ്ടി ശ്രമിക്കുന്നു. നമ്മുടെ മെഡിക്കൽ കോളേജും അതുപോലെ RCCയും ചിത്രയും പോലുള്ള ആശുപത്രികളിൽ ഒരുപക്ഷെ ഒരാളിനെ RCC ഒക്കെ ആണെങ്കിൽ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വീട്ടിൽ നിന്ന് ഒരു പേഷ്യൻറ്റിനെ 3 ദിവസം തുടർച്ചയായി അടുത്തടുത്ത ദിവസം 3 ദിവസം കൊണ്ട്